ഗൈസ് അങ്ങനെ ഞങ്ങൾ വടകര വരെ ഇങ്ങനെ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഉമ്മ. ഓക്കെ, എൻ്റെ ഹെയർ സ്റ്റൈൽ, മൈ കോസ്റ്റ്യൂം. അങ്ങനെ വെറുതെ വീട്ടിലിരുന്നപ്പോഴത്തേക്കും രാവിലത്തെ അടുക്കളപ്പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഉമ്മയുടെ കൂടെ പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. മറ്റേത് ഇപ്പം നാട്ടിലുള്ളതുകൊണ്ട് ഇപ്പോൾ ഉമ്മാൻ്റെ കൂടെ പോക്ക് വളരെ കുറവാണ്. ഞാൻ അങ്ങനെ ഇന്നത്തെ ദിവസം ഉമ്മാൻ്റെ കൂടെയായി. ഇതൊന്നുമല്ല മക്കളെ, ഏതോ ആ കാണുന്നതാണ്. ഞങ്ങളിപ്പോൾ നടന്ന് വന്നിട്ട് ഇത്രയും ദൂരമായതേ ഉള്ളൂ. അപ്പോൾ പേടിയുടെ മുമ്പിലെത്തിയപ്പോൾ ഇങ്ങനെ ഉമ്മക്ക് കൂടെ ഇങ്ങനെ പൈക്കുന്ന അസുഖമുണ്ട്. അതിന് ഉമ്മക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മ കയറിയിട്ടുള്ളൊരു കാലി ഞങ്ങൾ വെള്ളവും പിന്നെ കുറച്ച് എന്താ പറയുക അതിൻ്റെ പേര് ഉപ്പുമാവും ഒരു പഴംപൊരിയും കഴിച്ച്. അങ്ങനെ പിന്നെ കഴിഞ്ഞ മാസം തൊട്ടേ കഴിഞ്ഞ 1-ാം തീയതി തൊട്ടേ ഉമ്മ ഒരു ചുമന്ന ചുരിദാറിന് ഇട്ടിട്ട് ഇങ്ങനെ അലയുക. കോഴിക്കോട് നിന്നില്ല, കണ്ണൂർ നിന്നില്ല, മാഹി നിന്നില്ല, തലശ്ശേരി നിന്നില്ല. അങ്ങനെ പോയാൽ ഒടുവിൽ ഉമ്മക്ക് ഞങ്ങൾ ഫാമിലിയിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഫാമിലി ഷോപ്പിനെ പറ്റിയിട്ട് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഡ്രസ്സും കാര്യങ്ങളും റേറ്റും വില കുറവെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരുപാട് ഉമ്മനെ ഓട്ടോറിക്ഷയിലൊന്നും അങ്ങനെ കയറുന്ന ഒരാളല്ല. ഉമ്മ മാക്സിമം നടക്കുക അത്ര തന്നെ. കുട്ടികൾക്ക് അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഈ മോഡൽ കാർ വാങ്ങാനുള്ള ചെറിയ പ്ലാനിങ് എല്ലാം വാങ്ങുന്നുണ്ട് ഉമ്മ. അപ്പോൾ അത് തിരക്കിയിട്ട് 2-3 ഷോപ്പിലൊക്കെ കയറി. അപ്പോൾ ഉമ്മക്കുട്ടീനെ കയ്യിൽ കിട്ടി. ഇഷ്ടപ്പെട്ട നല്ല മട്ടച്ചി. അതിനെ എടുത്ത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് വെറുതെ സമയം പോകണ്ടേ. ഉമ്മ വണ്ടി നോക്കുന്നുണ്ട്, ഞാനിങ്ങനെ കുറേ നേരം ടോയ്സും കൊണ്ട് ഇങ്ങനെ കളിച്ച്. എനിക്ക് സമയം പോക്കണം. കാരണം വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല ഗൈസ്. രാവിലെ എവിടെയോ കറങ്ങാൻ പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ സങ്കടത്തിൽ ഗൈസ് ഇനി ഉമ്മയുടെ കൂടെ ഞാൻ ഒരു സ്ഥലത്ത് വരില്ല. കാരണം ഈ വടകര ഫുള്ളിട്ട് നടത്തിക്ക് തന്നെ ഒരു ഓട്ടോറിക്ഷ പോലും. ഇതെവിടെ പോകുന്നത്? പിന്നെ അങ്ങോട്ട് പോകണ്ട, സാറിന് ആശുപത്രിയിൽ അങ്ങോട്ട് പോകേണ്ടിയുണ്ട്. ഇതാ കുഴപ്പമോ. ഇങ്ങനെ ചുറ്റിക്കറങ്ങി അങ്ങോട്ടൂടെ കറങ്ങി പിന്നെ ഏതോ വഴി വന്ന് ഇറങ്ങി. അത് ഏതോ ഇടുക്ക് വഴി കൂടെ ഒക്കെ കൊണ്ടിറക്കി തന്നെ പിന്നെയും നടക്കണം. പറ, ഇത് തെറ്റല്ലേ? ഒരു അമ്മ മരുമോളെ കൊണ്ടുപോകേണ്ടത് ഇങ്ങനെയാ? എൻ്റെ പ്രായത്തിൽ ഉപ്പ അങ്ങനെ കഴിച്ച പാട് എന്നോട് ഓട്ടോറിക്ഷ കയറ്റി നടത്തം നല്ലതാന്ന് പറഞ്ഞ് എന്നെ നടത്തിച്ച് ഇപ്പം ഞാൻ നടത്തക്കാരത്തിയായി. അതുപോലെ തന്നെ ഇനി ഇതൊക്കെ നടത്തിക്കേട്ടാ. അത് വടകര എത്തിയിട്ടുണ്ട്. വടകരയാ നമ്മളെ പഞ്ചായത്ത് കുഴിച്ചിട്ട കിണറ്. ഗവൺമെന്റ് താഴോട്ടൊക്കെ എവിടെയല്ലോ തട്ടിയടിച്ചൊക്കെ വീഴുന്നുണ്ട്. ഞാൻ സാരമില്ല, നടക്കാൻ. ഇനിയിപ്പോ വേറെ എവിടെയോ കൊണ്ടുപോകുന്നുണ്ട്. എന്താണ്ടാ പപ്സ് മേടിച്ചെന്നാ അതിന്റെ എനർജി എനിക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷെ അത് അതിന്റെ പവർ കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിക്കാം. മായത്തരുന്നതിന് പ്രശ്നം നടന്നാ മതി. തന്നില്ലേലും കുഴപ്പമില്ല, എന്നെ ഓട്ടോ കയറ്റി കൊണ്ടുപോകാം. എല്ലാ മക്കളെ പിന്നെ ഞാനിങ്ങനെ രാവിലെ പോയിട്ട് വൈകുന്നേരം എല്ലാം വരും. ഓരോ സ്ഥലത്ത് ഓരോ ആവശ്യത്തിന് പർച്ചേസ് പറഞ്ഞിരിക്കും. ഞങ്ങളോട് ഇവര് വീട്ടിൽ നിന്ന് വിചാരിക്കും നല്ല സുഖത്തിലായി ഉമ്മ നടക്കുന്നതെന്ന്. ഞാനതാ പറഞ്ഞത്. ഇത് തന്നെ എൻ്റെ നടത്തം. ഞാൻ പറഞ്ഞ തിരിയട്ടെ. ഇപ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷ കയറലില്ല, വാഹനത്ത് കയറലില്ല. എവല് നല്ലോണം സ്കൂട്ടർ മേലെ ഓടുന്ന മനുഷ്യനല്ല ഞാൻ. ഇതെന്താ എത്താത്ത ഒക്കെ അങ്ങ് പോകണം. ഒരു പർച്ചേസ് തന്നെ ഇന്ന് ഫുള്ളും. ബാക്കി പാത്ത് പറഞ്ഞേക്കട്ടെ. അതെ, എല്ലാം കാണിച്ചു കൊടുത്ത്. ശരി ഗൈസ്, ഞങ്ങൾ അടുത്ത പർച്ചേസിങ്ങിലാണ്. ഓക്കെ, ഞാൻ ഉണ്ടെങ്കിൽ ബാക്കി കാണാം, ബാക്കി വീഡിയോസിൽ. മക്കളെ നടന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ വരുന്ന ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഗൈസ് ആ ഓടുന്ന ഓട്ടം കണ്ടെത്തുന്ന പുള്ളിക്കാരനെ അടിക്കാൻ പോകുന്ന പോക്കാന്ന്. ഒന്നുമല്ല, നായ്ക്കളെ കണ്ടപ്പോൾ പേടിച്ച് ഓടുന്നതാണ്. എന്നെ വരെ മറന്നുപോയെന്ന് തോന്നുന്നു. അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.